ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ മല കാണിക്കാൻ കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് മഹാദീപം എന്ന് പറയും, ഇവിടെ മഹാദീപം എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ പ്രത്യേക ദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല, ഡ്യൂട്ടി ഞങ്ങൾക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളൊരു 6 മണിയായപ്പോൾ ഞാനും തത്തയും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ. എനിക്ക് മുടി തൊടുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. കാരണം ഒരു 2-3 ദിവസമായിട്ട് എൻ്റെ മുടി പോകുന്ന പോക്ക് എനിക്ക് തന്നെ മനസ്സിലാവണേ. ഈവൻ എനിക്ക് ക്യാൻസർ ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റില്ല, കുറച്ച് വൃത്തിക്കും വെടുപ്പോടെയൊക്കെ ബെഡ് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് എന്താക്കി ഞാൻ അപ്പം തന്നെ വിരിച്ചിട്ടു. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു തത്തയും കുറച്ച് എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവളുള്ള ബെഡൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിലേറെ ഭംഗി, രാവിലത്തേനെക്കാട്ടും കുറച്ചും കൂടെ ഭംഗി മല കാണാൻ വേണ്ടി. അപ്പം ഞാൻ എന്താക്കി അതൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തിയപ്പോൾ ഒരു ഇരുട്ട് മൂടി, ഒരു നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇത്ര നേരം എന്നെ വെള്ളം കുടിപ്പിച്ചത് പോലെയാണ് അവളിപ്പോൾ കുടിച്ചു കൊടുക്കുന്നത്. അതിനനുസരിച്ച് നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ഇവിടെയുള്ള 2 അമ്പലത്തിലും ഗണപതിൻ്റെയും ശിവൻ്റെയും പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ തിരുവണ്ണാമല ടെമ്പിളിൽ വിളക്ക് കത്തിക്കുന്നത്. അതായത് ഏകദേശം ഓരോ വർഷം കൂടുമ്പോഴും 2000-ൽ കൂടുതൽ ആൾക്കാർ മലേൻ്റെ മുകളിൽ പോയിട്ട് വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ പകുതി വഴി നടന്നായിരുന്നു പോയത്. ഞങ്ങൾ റൂമിൽ എത്തിയായിരുന്നു, പക്ഷേ എന്ത് കാരണം നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂമിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാർ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്നായിരുന്നു വന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം നടക്കും. കേട്ടാ 3 പ്രാവശ്യം പറഞ്ഞാൽ 1 പ്രാവശ്യം നടന്നാൽ 3 പ്രാവശ്യം നടക്കുന്നത് 3 പ്രാവശ്യമല്ലേ. ഇതൊന്നും അങ്ങോട്ട് പോയി തിരിച്ചു ഇങ്ങോട്ടേക്ക് 3 പ്രാവശ്യം. അപ്പം 4 ആയില്ലല്ലോ, 3 ആയിട്ട്. ഓക്കെ, നമുക്ക് സാധനം വാങ്ങിയിട്ട് വരാം. കാരണം ഇവിടെ ദീപം കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ ഞാൻ കുറിച്ച് പറഞ്ഞു തരാം. അത് ഞാൻ കടയിൽ സാധനം വാങ്ങിക്കട്ടെ. അത് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങളുടെ റൂമിൽ ഏകദേശം കുറച്ച് സാധനങ്ങളെ ബാക്കി ഉണ്ടായിരുന്നു, ബാക്കി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാൻ പോയി. കടയിലെത്തിയപ്പോഴായിരുന്നെങ്കിൽ അക്കയാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.